തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ ആർത്തവമുള്ള വിദ്യാർത്ഥിയെ ക്ലാസ് മുറിക്ക് പുറത്തിരുത്തി പരീക്ഷ എഴുതിച്ചു എന്ന പരാതിയിൽ സ്കൂൾ പ്രിൻസിപ്പലിന് സസ്പെൻഷൻ. 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ മാതാപിതാക്കളാണ് സ്വകാര്യ സ്കൂളിനെതിരെ പരാതി നൽകിയത്. തുടർച്ചയായി 2 ദിവസം പട്ടികജാതിക്കാരിയായ കുട്ടിയെ സ്റ്റെപ്പിലിരുത്തി പരീക്ഷ എഴുതിച്ചു എന്നാണ് പരാതി. எந்த மிஸ்ஸு? பிரின்ஸிபல் மிஸ் உனக்கு இங்கே உட்காந்து படியில் உட்காந்து எக்ஸாம் எழுத சொன்னாங்களா? இதுக்கு முன்னாடி எப்போ எழுதுன எக்ஸாமு? மண்டே இப்போ இங்கே தான் உட்காந்து எழுதுனியா? எந்த டெஸ்கில் முன்னாடி உட்காந்து பாஸ்பரியில் தான் உட்காந்து எழுதுனியா? சரி எழுது. ஏன் மிஸ் ஒன்றும் சொல்லலையா? உள்ள கிளாஸ்க்குள்ளே உட்காரணும் உன்னை சொல்லலையா? புரியல. கிளாஸ் மிஸ் இங்கே கூப்பிட்டாங்க வர சொல்லி அதுக்கப்புறம் பிரின்சிபல் மிஸ் இங்கேயே உட்காந்து சொல்லிட்டாங்க. பிரின்சிபல் மிஸ் உன்னை இங்கேயே உட்காந்து எழுத சொல்லிட்டாங்களா? ஏஜென்ட் பண்ணால் உள்ளே உட்காந்து ரூமில் உட்காந்து எழுதக்கூடாதாம்மா, வீதியில் உட்காந்து தான் எழுதணுமா? മുഹമ്മദ് റഹീസാണ് ചേരുന്നത് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി. മുഹമ്മദ്, അതെന്തായാലും നന്നായി. കാരണം മാതാപിതാക്കൾ അത്രയും ശക്തമായിട്ട് തന്നെ നിന്ന് അയാൾക്ക് സസ്പെൻഷൻ, പ്രിൻസിപ്പൽ പുരുഷനോ സ്ത്രീയോ എന്നറിയില്ല, സസ്പെൻഷൻ കിട്ടിയിരിക്കുന്നു എന്നുള്ളത് നല്ലത്. ഇത് ഏത് കാലത്താണ് ഇവരെല്ലാം ജീവിക്കുന്നത് എന്ന് അത്ഭുതം തോന്നുന്നു. സ്മിത, 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോടാണ് ഇത്തരത്തിലൊരു ക്രൂരത ഈ സ്കൂൾ കാണിച്ചതെന്ന് പറയേണ്ടി വരും. കാരണം 13 വയസ്സുള്ള കുട്ടിക്ക് ആർത്തവമാണ്. അങ്ങനെ പരീക്ഷയാണ്, പരീക്ഷ എഴുതാതിരിക്കാൻ കഴിയില്ല. അവസാന വാർഷിക പരീക്ഷയാണ്. പരീക്ഷ എഴുതിയാൽ മാത്രമേ കുട്ടി ജയിക്കുകയുള്ളൂ. അങ്ങനെ അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെയും കണക്കിലെടുക്കാതെ അതിൻ്റെ വേദനയൊക്കെ സഹിച്ചുകൊണ്ടാണ് പരീക്ഷ എഴുതാൻ വേണ്ടി കുട്ടി എത്തുന്നത്. അങ്ങനെ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ, അതായത് തിങ്കളാഴ്ചയും ബുധനാഴ്ചയുമാണ് ഈ കുട്ടിക്ക് പരീക്ഷ ഉണ്ടായിരുന്നത്. അങ്ങനെ നേരത്തെ തന്നെ തിങ്കളാഴ്ച കുട്ടിയെ മാതാപിതാക്കൾ ഈ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് ടീച്ചറിനോട് പ്രത്യേകം പറഞ്ഞിരുന്നു കുട്ടിക്ക് ആർത്തവമാണ്, നല്ല വേദനയുണ്ട്, കുട്ടിയെ എവിടെയെങ്കിലും മാറ്റിയിരുത്തി ഒരു ക്ലാസ്സിലിരുത്തി പരീക്ഷ എഴുതിക്കണം എന്ന് ഈ ഒരു പ്രിൻസിപ്പലിനോടും ഒപ്പം തന്നെ ക്ലാസ് ടീച്ചറിനോടും അറിയിച്ചതാണ്. അതിന് പിന്നാലെയാണ് ഈ കുട്ടിയെ തുടർച്ചയായി 2 ദിവസം സ്റ്റെപ്പിലിരുത്തി പരീക്ഷ എഴുതിപ്പിക്കുന്നത്. അങ്ങനെ തിങ്കളാഴ്ച കുട്ടി വീട്ടിലേക്ക് മടങ്ങി ചെല്ലുന്നു. ശേഷം നല്ല കാലുവേദനയുണ്ടെന്ന് വീട്ടുകാരോട് പറയുമ്പോഴാണ് കുട്ടിയെ ഇങ്ങനെ സ്റ്റെപ്പിലിരുത്തിയാണ് പരീക്ഷ എഴുതിപ്പിച്ചതെന്ന് അറിഞ്ഞത്. ശേഷം ബുധനാഴ്ചയും, അതായത് ഇന്നലെയും ഈ ഒരു പ്രവൃത്തി തന്നെ തുടരുകയുണ്ടായി. അങ്ങനെ ഇതേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുടെ ഒരു ബന്ധു ഈ കാഴ്ച കാണുകയും ഇത് പുറത്തേക്ക് അറിയിക്കുകയും ചെയ്തു. പിന്നാലെയാണ് ഫോണിലെത്തി മറ്റൊരു സ്ത്രീ ഈ ഒരു ദൃശ്യങ്ങളൊക്കെയും പകർത്തുകയും കുട്ടിയോട് ഈ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്തത്. പിന്നാലെ ഇന്ന് രാവിലെയോടുകൂടി ഈ ഒരു ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. പിന്നീട് ഈ ഒരു മാതാപിതാക്കൾ സ്കൂളിലേക്ക് എത്തി ടീച്ചർമാരോട് ചോദിച്ചപ്പോൾ തങ്ങൾക്ക് ഇരുത്താൻ ക്ലാസ് മുറി ഇല്ലായിരുന്നു, അങ്ങനെയാണ് പുറത്തേക്ക് ഇരുത്തിയതെന്ന് പറയുന്നു. അങ്ങനെ ഉടൻ തന്നെ പരാതി നൽകുകയാണ്. പരാതി നൽകിയതിന് പിന്നാലെ പൊള്ളാച്ചി പോലീസിന്റെ നേതൃത്വത്തിൽ ASPയുടെ അടക്കം നേതൃത്വത്തിലുള്ള ഒരു സംഘം എത്തി പരിശോധന നടത്തുന്നു. പിന്നീട് വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ഒരു പരിശോധന നടത്തുന്നു. അങ്ങനെ ഒരു പ്രാഥമിക പരിശോധന കഴിഞ്ഞപ്പോൾ തന്നെ പ്രിൻസിപ്പലിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നും മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവർത്തനമാണ് ഉണ്ടായിട്ടുള്ളതെന്നും വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിലാണ് അല്പസമയം മുമ്പ് പ്രിൻസിപ്പലിനെ എന്തായാലും ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. വിഷയത്തിൽ രാഷ്ട്രീയ പ്രതികരണങ്ങളും ഒക്കെ വരുന്നുണ്ട്. എന്തായാലും അപലപനീയമായിട്ടുള്ള ഒരു കാര്യമാണ്, ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് ഇത്തരത്തിൽ കോയമ്പത്തൂരിലെ ഒരു സ്വകാര്യ സ്കൂളിൽ നടന്നിരിക്കുന്നത്. മറ്റൊരു സംശയം കൂടി റഹീസ്, ഈ സംഭവം ഇത് ആദ്യമായിട്ടാണോ ഈ സ്കൂളിൽ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, അതോ സമാനമായ രീതിയിലുള്ള ഈ രീതി ഈ മറ്റ് പെൺകുട്ടികളോടും ഈ പ്രിൻസിപ്പൽ നടത്തിയതായി അറിയാൻ സാധിക്കുന്നുണ്ടോ? നിലവിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം അവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് പരീക്ഷയില്ലാത്തതിനാൽ കൂടുതൽ വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ ക്ലാസ് ടീച്ചറിനെയും ഒപ്പം തന്നെ പ്രിൻസിപ്പലിനെയുമാണ് പ്രധാനമായിട്ടും ഇന്ന് അവരിൽ നിന്നാണ് വിവരങ്ങൾ തേടിയിട്ടുള്ളത്. മാത്രമല്ല ഈ പെൺകുട്ടിയോട് നേരത്തെ തന്നെ പോലീസ് കൃത്യമായ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയിരുന്നു. വിദ്യാഭ്യാസ വകുപ്പിലെ അധികൃതരും ഈ പെൺകുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ചതിൽ നിന്നും തുടർച്ചയായ 2 ദിവസം എന്നുള്ളതാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം ഒരു ദിവസം ഒരു എക്സാം ഹാളിൽ സ്ഥലമില്ല, അങ്ങനെ കുട്ടിയെ മാറ്റിയിരുത്തണമെന്ന് മാതാപിതാക്കൾ
പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയത്തേക്ക് മാറ്റിയിരുത്തിയെങ്കിൽ അതിനെ ഒരു തരത്തിലെങ്കിലും ന്യായീകരിച്ചെടുക്കാൻ കഴിയും. പക്ഷേ തുടർച്ചയായ 2 ദിവസം ഇത്തരത്തിലൊരു കുട്ടിയെ ആ സ്റ്റെപ്പിലിരുത്തി പരീക്ഷ എഴുതിപ്പിക്കുന്നു. അതിൻ്റെ ഒരു മാർക്ക്, അതിൻ്റെ ഒരു പേപ്പറൊക്കെ കണ്ടാൽ മനസ്സിലാവും നന്നായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, നന്നായി പരീക്ഷ എഴുതാൻ താല്പര്യപ്പെടുന്ന ഒരു വിദ്യാർത്ഥി. അപ്പോൾ ഈ ചെറുപ്രായത്തിൽ ആർത്തവത്തിൻ്റെ വേദനയൊക്കെ മാറ്റിവെച്ച് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് വന്ന കുട്ടിയാണ്. ആ കുട്ടിയെ വളരെയധികം മാനസികമായി വിഷമം ഉണ്ടാക്കുന്ന, പിന്നീട് ഒരു ട്രോമ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് നടന്നിട്ടുള്ളത്. മാനസിക വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഈ ഒരു കുട്ടിയെ മാത്രം പർട്ടിക്കുലർലി ഇങ്ങനെ മാറ്റിയിരുത്തി പരീക്ഷ എഴുതിക്കേണ്ട ആവശ്യം എന്താണ്? ഇപ്പോൾ പെൺകുട്ടികൾ പലരും ആ സ്കൂളിൽ പഠിക്കുന്നുണ്ടാവുമല്ലോ. സമാനമായ രീതി തന്നെയാണോ അപ്പോൾ അധ്യാപകർ സ്വീകരിക്കുന്നത് എന്നുള്ളതും അറിയേണ്ട കാര്യം തന്നെയാണ്.